പെരും പൊട്ട്. ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എൻ്റെ കുട്ടിനെ വാരിയെടുത്തു. എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു. വീട്ടിൻ്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രയ്ക്കായി കഴിയല്ല കെട്ടിടം വീണു. വാർപ്പിന്റെ പൊരയായിരുന്നു. വീട് വീണ് കഴിയല്ല അതിന് പിടവാന്ന് മരം വന്നടിച്ചു. മോള് മരത്തിന്റെ അടിയില്. അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റായി കിടക്കുക. കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു വരിക. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട്. രക്ഷിക്കണേ എന്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല. ഒച്ചിട്ടിട്ട് ആരും രക്ഷിക്കാൻ വരുന്നില്ല. ഒരു അയൽവാസിയില്ല, വീടുകളൊന്നുമില്ല, എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ കൊച്ചുമോളെയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാണ് പോണേ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു. കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിൻ്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്. ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു. ആന ഞങ്ങളടുത്തുനിന്ന് മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക. ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു.